ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ച് ഒരു സന്ദേശം നൽകുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാര പദ്ധതിയിൽ വിശുദ്ധ കന്യകമറിയാം പൂർണ്ണമായി പങ്കുകൊള്ളുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഹിതമല്ല, ദൈവഹിതമാണ് പരമപ്രധാനമെന്ന സമർപ്പിത മനോഭാവം വിശുദ്ധ മാതാവിനെ ധന്യയാക്കി. ദൈവത്തിനും ദൈവഹിതത്തിനും പൂർണ്ണമായി സമർപ്പിക്കുന്ന മാതാവിനെയാണ് നാം കാണുന്നത്. മാതാവിൻ്റെ ത്യാഗപൂർണമായ സമർപ്പണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വഴിയൊരുക്കി. സർവ്വതലമുറയും ഭാഗ്യവതി എന്ന് പ്രഘോഷിക്കുമെന്നാണ് മാതാവിനെക്കുറിച്ചുള്ള തിരുവചന സാക്ഷ്യം. ലോകരക്ഷകനായ ദൈവപുത്രനിലൂടെ ലോകമാതാവായ പരിശുദ്ധ കന്യകമറിയാമിനെ ആദരിക്കുകയും മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ജീവനുള്ള ദൈവവചനങ്ങളാണ്. 4-ാം തുബ്ദേനിൽ നാം ധ്യാനിക്കുന്നത് ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു എന്നാണ്. ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാളുകൾ ആരാധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പങ്കാളികളും സാക്ഷികളും ആയിരുന്നു എന്നതിനാലാണ്. യേശുവുമായി ബന്ധപ്പെട്ട് മാത്രമേ വിശുദ്ധ മാതാവിനും വിശുദ്ധന്മാർക്കും പ്രസക്തിയുള്ളൂ. എല്ലാ വിശുദ്ധന്മാരെക്കാളും ഉപരിയായ സ്ഥാനമാണ് വിശുദ്ധ മാതാവിന് ഉള്ളത്. ദൈവത്തെ പ്രസവിച്ചവൾ തെയോട്ടോക്കോസ് എന്ന അർത്ഥത്തിൽ ദൈവമാതാവ് എന്ന് പറഞ്ഞു കന്യകമറിയാമിനെ ആദിമകാലം മുതൽ സഭ ബഹുമാനിച്ചു വരുന്നു. എന്നാൽ അത് ശരിയല്ലെന്നും ക്രിസ്തുവിനെ പ്രസവിച്ചവൾ ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് വിളിക്കുന്നതാണ് ശരിയെന്നും കുസ്തന്തീനോസ് പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോറിയോസ് വാദിച്ചു. AD 431 അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ എഫേസോസ് സുന്നകദോസിൽ നെസ്തോറിയോസിൻ്റെ വാദം തള്ളിക്കളയുകയും കന്യകയുടെ ഗർഭത്തിൽ വസിച്ചപ്പോൾ തന്നെ കർത്താവ് പൂർണ്ണ ദൈവമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് തെയോട്ടോക്കോസ് എന്ന പേര് തന്നെ വേണമെന്ന് തീരുമാനിച്ചു. ദൈവമാതാവെന്നോ ദൈവപ്രസവത്രി എന്നോ പറയുമ്പോൾ ദൈവത്തെ വഹിച്ചവൾ എന്ന അർത്ഥമല്ലാതെ ദൈവത്തിൻ്റെ ഉറവിടമാണ് എന്ന അർത്ഥം നാം കൊടുക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. വിശുദ്ധ മാതാവിന് രക്ഷ ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിലൂടെയാണ്. വിശുദ്ധ മാതാവിനോടുള്ള മധ്യസ്ഥതയിൽ പുരാതന ക്രൈസ്തവ സഭകളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് വിശുദ്ധ യാക്കോബ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വളരെ അനുഗ്രഹകരമാണ്. വിശുദ്ധ മറിയാമിൻ്റെ അടുക്കൽ ദൈവസന്ദേശവുമായി എത്തിയ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നായിരുന്നു മറിയാമിൻ്റെ പ്രതികരണം. കന്യകമറിയാമിൻ്റെ മുമ്പിൽ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ കന്യക ഒരമ്മയായി തീരുന്നത് സമൂഹമധ്യത്തിൽ അപമാനമാണ്. എങ്കിലും മറിയം ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് മാതാവിനെ ശ്രേഷ്ഠവതിയാക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ദൂതന്റെ വചനം മറിയാമിനെ ധൈര്യപ്പെടുത്തി ദൈവമുമ്പാകെ സമർപ്പിക്കുന്നതിന് അവളെ ഒരുക്കി. മനുഷ്യബുദ്ധിയിൽ അസാധ്യമായ സംഗതികൾ ദൈവദൃഷ്ടിയിൽ സാധ്യമായി എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ മനുഷ്യൻ്റെ വിശ്വാസത്തോടുകൂടിയ സ്വയം സമർപ്പണം മുഖാന്തരമാണ് അസാധ്യ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തീർക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥമായ വിശ്വാസവും സമർപ്പണവും വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.